ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ തുംഗഭദ്ര ഡാമിലത്തെ കാഴ്ചകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. കർണാടകയിൽ തന്നെ ഏറ്റവും വലിയ ഡാമാണ് തുംഗഭദ്ര ഡാം. തുംഗഭദ്ര ഡാം ഉള്ളത് ബെല്ലാരി ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ് തുംഗഭദ്ര ഡാം ഉള്ളത്. ഇവിടുന്ന് ഏകദേശം ഒരു 14-13 കിലോമീറ്റർ ഉള്ള ഹംപിക്ക് കേട്ടോ. ഇപ്പോൾ ഇങ്ങോട്ട് കടക്കാൻ പ്രത്യേകിച്ച് എൻട്രി ഫീസൊന്നുമില്ല. അപ്പോൾ എൻട്രൻസ് കടന്നു. ഈ ബസ് ഉള്ളത് ഇതിൽ നിന്ന് കയറിയാൽ ഡയറക്റ്റ് ഇവിടെ ഒരു മലയുണ്ട് ഡാമിൻ്റെ അടുത്ത് തന്നെ ബേസ്ഡ് ആയിട്ട്, വൈകുണ്ഠ ഹിൽ എന്ന് പറഞ്ഞിട്ട്. അങ്ങോട്ടാണ് ഈ ബസ് പോണത്. 20 രൂപ ടിക്കറ്റ് കേട്ടോ. റിട്ടേണും കൂടി കൂട്ടിയിട്ടാണ് 20 രൂപ. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുമ്പോൾ ഏകദേശം 7 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ്. ഈ ഫസ്റ്റ് ബസ്സിൽ തിരക്കുള്ള കാരണം ഞാൻ അതിൽ കയറിയില്ല. ഞാൻ അടുത്ത ബസ് ഇപ്പോൾ വരും. ഇത് പോയതിന് ശേഷം അവിടെ നിന്ന് വേറെ ബസ് വരിക. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബസ് സർവീസ് ചാർജ് അപ്പ് ഡൗൺ 7 കിലോമീറ്റർ പെർ പേഴ്സൺ 20 രൂപ ഉണ്ടോ. ഇതെനിക്ക് വരെയുള്ള ബസ് വന്നിട്ടുണ്ട്. ഇതെപ്പോഴും ഇവിടെ നിന്ന് എടുക്കാമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇവിടെ വന്ന ബസ് തന്നെ 5-10 മിനിറ്റ് തന്നെ എടുത്തിട്ടുള്ളൂ. ഈ ബസ് അല്ലാണ്ട് വേറെ നമ്മുടെ ബൈക്കോ കാറൊന്നും ആയിട്ട് ഇങ്ങോട്ട് കടത്തില്ല കേട്ടോ. പക്ഷേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകാരുടെ വണ്ടിയും പിന്നെ വല്ല MLA മന്ത്രിമാരൊക്കെ വണ്ടിക്കാണെങ്കിൽ കിടക്കും. ഇതിൻ്റെ മുകളിലൊരു വൈകുണ്ഠ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഇപ്പം ഞാൻ ടിക്കറ്റ് എടുത്തു ഇനി ബസ്സിലേക്ക് കയറുകയാണ്. ബസ്സിനുള്ള ഡ്രൈവർ ആളെ എനർജി ചാർജ് ചെയ്യുന്നുണ്ട്. പാൻറ്റാകും പിന്നെ വേറെ എന്തും കൂടി മിക്സ് ചെയ്താണ് പടയ്ക്കുന്നത്. ഞാൻ അത് കഴിച്ച് കിക്കാവുമ്പോഴാണ് ആൾ എടുക്കുക കേട്ടോ. ഞാൻ അതിന് മുമ്പ് ഇവിടെ 2017 ലാസ്റ്റ് വന്നത്. അന്ന് ഇങ്ങനെ തന്നെ ആയിരുന്നു ഡ്രൈവർ. ഞാൻ വന്നപ്പോൾ ഉള്ള ബസ് പോയിട്ട് റിട്ടേൺ വന്നു കിട്ടാ. പിന്നെയാണ് ഈ ബസ് എടുക്കുക. ഇത് എപ്പോഴും എടുക്കാന്ന് പറയാനൊന്നും പറ്റില്ല. ആൾ ചവച്ച് തിന്നുണ്ട് പാൻറ്റാകും ഹാൻഡ്സും കൂടിയിട്ട്. അതിൻ്റെ കിക്ക് കയറുമ്പോഴാണ് പിന്നെ ആൾ സ്റ്റാർട്ട് ചെയ്യുക. അതുവരെ അവിടെ ഇരിക്കും ആൾ.
ലൈൻ ബസ് അല്ല, വേറെ ബസ് വന്നാലും ഈ ടിക്കറ്റ് കാട്ടി വിടുന്നതിന് പോവാം, തിരിച്ച് റിട്ടേൺ വരാം കേട്ടോ. ഇവിടെയുള്ള ഗസ്റ്റ് ഹൗസ് വൈകുണ്ഠ ഗസ്റ്റ് ഹൗസ്. ഇതിൻ്റെ മുകളിൽ കയറിയ ഡാമിൻ്റെ വലിയ വ്യൂ കാണാൻ പറ്റും കേട്ടോ. അതിന് ഈ സമയത്ത് ഡാമിൻ്റെ അങ്ങോട്ട് ഞാൻ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ മലയുടെ മുകളിൽ കറക്റ്റ് പോയതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഡാമിൽ ഇപ്പോൾ ആരുമില്ല ഗാർഡൻസിലൊന്നും. അപ്പോൾ വെറുതെ പോയിട്ട് അവിടെ വെയിൽ കൊള്ളുന്ന പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ ഷട്ടറൊന്നും ഇതിൻ്റെ ഓപ്പൺ അല്ല. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വ്യൂ പറയുന്നത് ഈ മലയുടെ മുകളിലേക്ക് പോയാലാണ് വ്യൂ കാണാൻ പറ്റുക. ഇങ്ങോട്ട് 20 രൂപ ടിക്കറ്റ് കൊടുത്താൽ മാത്രം മതി, വേറെ പ്രത്യേകിച്ച്. ഇതൊരു അത്യാവശ്യം വലിയൊരു ഗസ്റ്റ് ഹൗസ് കേട്ടോ. ഫുള്ള് ഗ്ലാസ് വെച്ചിട്ട് പതിപ്പിച്ചേക്കുക മുഴുവനും. ഇതിൻ്റെ സൈഡിൽ അവിടെ ഒക്കെ കുരങ്ങന്മാരുണ്ട്. ഫുഡൊക്കെ ആയിട്ട് വരുമ്പോൾ നോക്കി കണ്ടിട്ടും വരിക, കാരണം കുരങ്ങന്മാർ ഫുഡ് കണ്ടപ്പോൾ നമ്മുടെ മേത്തേക്ക് ചാടും. ഇതിൻ്റെ ഈ റൂട്ട് നേരെ പോയാലാണ് ഡാമിൻ്റെ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തുക. ഈ ഡാമിക്ക് ഞാൻ ലാസ്റ്റ് വന്നത് പറയുകയാണെങ്കിൽ 2017 ഡിസംബറിൽ ഞാൻ ലാസ്റ്റ് വന്നിട്ടുള്ളൂ. പക്ഷെ അന്നും ഇങ്ങോട്ട് ഈ വൈകുണ്ഠ ഹില്ലിക്ക് ഒന്നല്ലാണ്ട് ഡാമിൻ്റെ മെയിനായിട്ട് അങ്ങോട്ട് ഞാൻ കയറി പോയൊന്നുമില്ല കേട്ടോ. അവിടെ ഉച്ച സമയക്കാരം നല്ല ചൂടായിരുന്നു. ഇവിടെ വന്നാൽ നല്ല ക്ലൈമറ്റാണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ. പക്ഷെ ഇങ്ങോട്ട് പ്രത്യേകിച്ച് എൻട്രി ഫീ കാര്യങ്ങളൊന്നുമില്ല. ആ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ബസ്സിൽ കയറി വരാം, അല്ലെങ്കിൽ നടന്നിട്ട് കയറി മോളിക്കെത്താം. അത് അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഈ ട്രെയിൻ ഇത് പോവുകയാണെങ്കിൽ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് അങ്ങനെ തന്നെ വരാം. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡായിട്ട് ഒരു വഴിയുണ്ട്, അത് ഡാമിൻ്റെ വേറെ വ്യൂ പോയിൻ്റാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അങ്ങോട്ട് ഞാൻ ഇത് കണ്ടു കഴിഞ്ഞ ശേഷം അങ്ങോട്ട് ആ വഴി കയറിയിട്ട് കാട്ടിത്തരാം. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് വലിയ ബഹളങ്ങളൊന്നും ഇല്ല കാണാനായിട്ട്. ഇതിൻ്റെ അടിയിൽ വലിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് ഞാൻ ലാസ്റ്റ് പോവാം. ഈ റൂട്ട് അങ്ങോട്ട് തന്നെയുള്ള താഴത്തേക്കുള്ള തന്നെയാണ്. ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്, അതെന്തായാലും ലോക്ക് തന്നെയാവും. ഞാൻ അന്ന് വരുമ്പോൾ ലോക്ക് തന്നെയായിരുന്നു ലൈറ്റ് ഹൗസ്. ലോക്കാവാനാണ് ചാൻസ് കൂടുതൽ, വേറെ ഒന്നുമല്ല. ആളുകളൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പം എന്തായാലും ലോക്ക് തന്നെയാണ്, ആരും ഇല്ല ഇതിൻ്റെ ഉള്ളിൽ. ഞാൻ ഡാമിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ട് വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഡാം. കണ്ടൊരു കടൽ പോലെ തോന്നിക്കും കണ്ടു കഴിഞ്ഞാൽ. കർണാടകയിലെ ഏറ്റവും പഴക്കമുള്ളതും ഏറ്റവും വലിയ ഡാം ഇതാട്ടോ, തുംഗഭദ്ര ഡാം. ഇപ്പം ഈ ഡാമിലത്തെ വെള്ളം തന്നെ മതി 2 ഡിസ്ട്രിക്റ്റുള്ളതും, കോപ്പൽ ഡിസ്ട്രിക്റ്റും പിന്നെ ബെല്ലാരിക്കും ഉള്ള വെള്ളം ഈ ഡാമിൽ നിന്നാണ് എടുക്കുന്നത് കേട്ടോ മെയിനായിട്ട്. ഇങ്ങോട്ട് ഈ സമയത്ത് വരാനായിട്ട് ഏറ്റവും ബെറ്റർ രാവിലെ വരിക, അല്ലെങ്കിൽ ഒരു 5 മണി ആ സമയത്ത് വരിക. അവിടുത്തെ സൺസെറ്റ് അടിപൊളി സൺസെറ്റാണ്. ഞാനിത് ആ സമയത്ത് വന്നാൽ തിരിച്ചെത്തുമ്പോഴേക്കും ലേറ്റ് ആവും, അത് കാരണം ഞാൻ ഈ ഉച്ച സമയത്ത് എത്തിയത്. ഇതാണ് തുംഗഭദ്ര ഡാം ഗാർഡൻസ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങാത്തത്. പിന്നെ നല്ല വെയിലുണ്ട് ഈ സമയത്ത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറുകയാണെങ്കിൽ ഇത് ഫുൾ വ്യൂ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ.
ഇവിടെ ഇറങ്ങിയ ഡാമിന്റെ വേറെ അടുത്തൊന്നും വേറെ വ്യൂ കിട്ടും കേട്ടോ. ഇവിടെ ഫുള്ള് വേസ്റ്റും സംഭവങ്ങളൊക്കെയാണ്. ഇറങ്ങി നോക്കാം. അത്യാവശ്യം ഇറങ്ങാനുണ്ട് ഇവിടെ തന്നെ. അപ്പോൾ ആ റൂട്ട് വന്നു ഡയറക്റ്റ് ഇനി ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഈ കാണുന്ന ടവറിനെ കൊണ്ട് എത്തും കേട്ടോ. താഴത്ത് വേറെ റൂട്ട് ഉണ്ട്, പക്ഷെ അങ്ങോട്ട് ഞാൻ പോകണില്ല. ഇത്രയും ദൂരം ഇനി തിരിച്ച് കയറേണ്ടി വരും ഇനി അങ്ങോട്ട് പോവുകയാണെങ്കിൽ. അപ്പം എന്തായാലും ഇവിടെ നിന്ന് നേരെ തിരിച്ച് മുകളിലേക്ക് തന്നെ കയറുക ഞാൻ. ഡാം കാണാൻ ഒരു കടലിൻ്റെ പോലെ ഉണ്ട് കറക്റ്റ് പറയുകയാണെങ്കിൽ കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ഇനി കയറി ഇനി വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കാണാനായിട്ട്. ഇനി ഇത്ര സ്റ്റെപ്പ് കയറി ഉണ്ടാക്കണം, അതൊരു പണി. ആദ്യം ഇവിടുന്ന് ഇറങ്ങി എന്നിട്ട് അവിടെ നേരെ ചുറ്റി വളഞ്ഞ് ഈ റൂട്ട് എങ്ങനെയാ കയറി വന്നു കേട്ടോ. ആണ് നേരത്തെ കണ്ടത്. ഇനി ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഞാൻ വന്ന ബസ് തിരിച്ചു വരും. അതിൽ കയറി കഴിഞ്ഞാൽ താഴെ ഇറങ്ങിയ വേറെ സംഭവങ്ങൾ.
ഞാൻ വന്ന ബസ് ഇപ്പം എത്തിയിട്ട് കേട്ടോ. ഇനി ഇവിടുന്ന് നേരെ നേരെ താഴത്തേക്ക് പിടിക്കും. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയിട്ട വൈകുണ്ഠപുരം ഹില്ലിൽ നിന്ന് ഇറങ്ങി. ഇതാണ് നേരത്തെ പോയ റൂട്ട്. ഇതാണ് മറ്റോടത്തേക്ക് പോകാനായിട്ട് എൻട്രി വിത്ത് ഫീ ഉണ്ട് കേട്ടോ, ഗാർഡൻസിക്കൊക്കെ പോകാനായിട്ട്. ഇത് ഞാൻ ബസ്സിന് പോകുമ്പോൾ ഇതൊക്കെ മിസ് ചെയ്ത് കേട്ടോ. അത് കറക്റ്റ് ബസ്സിന് പോകുമ്പോൾ ഇതൊന്നും കാണിക്കാൻ പറ്റിയില്ല, നേരെ ക്യാമറ പിടിച്ച കാരനെ. ഈ കാണുന്ന ഹില്ലിൻ്റെ മുകളിലേക്കാണ് നേരത്തെ ബസ് കയറിയിട്ട് അവിടുന്ന് ഡാമിൻ്റെ ഫുള്ള് കണ്ടത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന റെയിൽവേ കേട്ടോ. ഇത് ഹോസ്പിറ്റൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഇതാണ് തുംഗഭദ്ര ഡാമിനുള്ള ഫുള്ള് സംഭവം. ഇവിടൊന്നും ഞാൻ പോയിട്ടില്ല കേട്ടോ. ഇതിലാകെ പോയിട്ട് വൈകുണ്ഠ ഗസ്റ്റ് ഹൗസിലേക്ക് മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ. ഇവിടുന്ന് ആ പോണ റൂട്ടിനുള്ളതാണ് ഈ കാണുന്ന ബ്രിഡ്ജും സംഭവങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ അത് ബസ്സിൽ പോകുമ്പോൾ മെയിനായിട്ട് കാണില്ല, നടന്നു പോവുകയാണെങ്കിൽ ഫുള്ള് കവർ ചെയ്യാം. ഇതാ വൈകുണ്ഠ ഹിൽ ഗസ്റ്റ് ഹൗസിലേക്കുള്ള ബസ് ഇറങ്ങി വരുന്ന റൂട്ടാട്ടോ. കറക്റ്റ് ഒരു ചുരം ഇറങ്ങി വരുന്ന പോലെയാണ് ബസ് വരണം പോക്കൊക്കെ. പക്ഷെ ഇവിടെ ബസ് ചിലത് നിർത്തും, ചിലത് നിർത്തില്ല. അപ്പം ഞാൻ നിർത്തുന്ന ബസ് ഞാൻ പറയാൻ മറന്നു. ഞാൻ നേരെ താഴത്തേക്ക് വരിക ചെയ്ത്. അതിൻ്റെ അടുത്ത് തന്നെയുള്ള പാർക്കാണ് തിരുമല പാർക്ക് പറഞ്ഞിട്ട്. ഇവിടെ നോക്കിയാൽ ഡാം ഫുള്ളായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ വേറെ പാർക്കിങ്ങുള്ള കേട്ടോ. ഇങ്ങോട്ടൊക്കെ വരാനായിട്ട് പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല മെയിനായിട്ട് കേട്ടോ. മറ്റോടത്തേക്ക് വരാണ് പൈസ കൊടുക്കേണ്ട ആവശ്യം. ഇവിടെ ഇരുന്ന് തന്നെ നല്ല വ്യൂ പോയിന്റ് ആണ് ഡാമിൻ്റെ. ഇങ്ങോട്ട് ഫാമിലി ആയിട്ട് വന്ന ആളുകൾ ഫുഡ് കഴിക്കുക, ഉറങ്ങുക ചെയ്യും കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയറുള്ള സ്ഥലമാണ്. പക്ഷെ ഞാൻ അവിടെ ഇരിക്കാൻ നിന്നൊന്നുമില്ല, കാരണം കൊറോണ നമ്മുടെ സേഫ്റ്റി നമ്മളെ നോക്കണം. അപ്പോൾ അത് വേറെ ഞാൻ അവിടെ ഇരുന്നിട്ടൊന്നുമില്ല. ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് ഡാമിൻ്റെ. ഇങ്ങോട്ട് വരാൻ പറ്റിയ ടൈം ഈവനിങ് അല്ലെങ്കിൽ രാവിലെ കേട്ടോ. ഉച്ച സമയത്ത് വന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ല സൺസെറ്റ് കാണണമെങ്കിൽ ഒരു ഈവനിങ് ടൈമൊക്കെ വരികയാണെങ്കിൽ നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. അതുപോലെ സൺറൈസ്.
ഈ ഡാം കാണാൻ വന്നിട്ട് വെറും 20 രൂപ മാത്രം എനിക്ക് ചിലവായത്. അത് ആ ബസ്സിൻ്റെ ടിക്കറ്റിന് വേണ്ടി മാത്രം. ഇതൊക്കെ കാണാൻ ഫ്രീ ആണ്, വേറെ സംഭവങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല.